നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച പോലെ തന്നെ ഒരു കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവുന്നു. വീണ്ടും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആണെങ്കിൽ അതുപോലെ ആ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ ഒരിക്കൽ ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിയുന്നത് വരെ ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഈ കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ ഇതെങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഇവിടെ ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രിൻ്റ് ഓഫ് %1 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 നമ്പർ കിട്ടും. സോ എനിക്കതുപോലെ ഒരു 5 നമ്പർ 1 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ 5 തവണ പ്രിൻ്റ് ഓഫ് കൊടുത്ത ശേഷം ഞാനിവിടെ നമ്പർ ഇതുപോലെ മാറ്റി കൊടുക്കുന്നു. 3, 4, 5. സോ എനിക്ക് ഇനി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 വരെ എനിക്കിവിടെ പ്രിൻ്റ് ആവുന്നു. സോ സപ്പോസ് എനിക്ക് 100 വരെയോ അല്ലെങ്കിൽ 1000 വരെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? സോ എനിക്ക് അത്രയും കോഡ് എഴുതുക എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. സോ ഫോർ ലൂപ്പിൽ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് 1 മുതൽ 10 വരെയുള്ള ഒരു സംഖ്യ എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്നാണ്. സോ നമുക്ക് ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സോ നമ്മൾ ഫോർ ലൂപ്പ് എഴുതുന്നത് നമ്മൾ നേരത്തെ ഈഫ് എഴുതിയ പോലെ തന്നെ ആണ്. നമ്മൾ ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യമായി എന്നിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം. സോ നമ്മൾ ആദ്യമായി n = 1 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ 1 മുതൽ 10 വരെയാണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ n = 1 എന്ന് കൊടുത്തു. രണ്ടാമത് n എത്ര വരെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ 1 മുതൽ 10 വരെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന്. സോ നമ്മൾ n <11 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ n <11 എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സെമിക്കോളൻ ആണ് ഉപയോഗിക്കേണ്ടത്. n <11 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിവിടെ നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു. %d നമുക്കൊരു /n കൊടുക്കാം, n. സോ ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്തു n എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. രണ്ടാമത്തെ n <11 അതായത് 11 കുറവാണോ എന്ന് ചെക്ക് ചെയ്തു. 11 കുറവാണ്. 11 കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ 1 എന്ന് പറയുന്ന വാല്യൂ നമ്മളിപ്പോൾ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് n++ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ n++ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു കമൻ്റ് എഴുതുകയാണ്. n++ എന്ന് പറയുന്നത് n = n+1 എന്നതിന് തുല്യമാണ്. അതായത് എന്നിൻ്റെ ഇപ്പോഴത്തെ വാല്യൂനോട് കൂടി ഒന്നുകൂടി കൂട്ടുക എന്നാണ് അതിനർത്ഥം. സോ നമ്മുടെ എന്നിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അതിനോട് കൂടി 1 ഇവിടെ കൂട്ടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ അടുത്തതായി ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 2 11 കുറവാണോ എന്നും. അപ്പോൾ 2 എന്ന് പറയുന്നത് 11 കുറവാണ്. അപ്പോൾ നമ്മുടെ 2 പ്രിൻ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ 10 വരെ പ്രിൻ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ 11-ലെത്തുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നു 11 കുറവാണോ എന്ന്. അപ്പോൾ 11 കുറവല്ല, അത് നമ്പർ 11 ആണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു രീതിയിലാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കൊന്നത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 1 2 3 4 5 6 7 10 വരെ നമ്മുടെ റിസൾട്ട് വന്നു. സോ ഇനി ഞാനത് 11 എന്നുള്ളത് ഒരു 21 ആയി കൊടുക്കുകയാണെങ്കിൽ 20 വരെ അതിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നതാണ്. സോ ഞാനിവിടെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 മുതൽ 20 വരെ നമുക്കിവിടെ പ്രിൻ്റ് ആവുന്നതാണ്. സോ ഈ രീതിയിലാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാം കൂടുതൽ അഡ്വാൻസ്ഡ് ആയി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്.